ആധാർ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടോ ആധാർ അപ്ഡേറ്റഡ് അല്ല എന്ന് വിചാരിച്ചുകൊണ്ടോ പരീക്ഷയെയോ അപേക്ഷയെയോ അഡ്മിഷനെയോ ഒന്നും ബാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. പക്ഷെ നമുക്ക് ആ ഒരു ദിവസം ഏറ്റവും കംഫർട്ടായിട്ട് എക്സാം എഴുതാനുള്ളൊരു സാഹചര്യം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥികളുടെ കയ്യിൽ കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ സിഇയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. തഹസീൽദാർ എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും സുപ്പീരിയർ, ഏറ്റവും കൂടിയ ആൾ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ കേരളത്തിനും പോരെ എന്നുള്ളത് ചോദിച്ചേക്കാം. പക്ഷേ അത് കേരളത്തിന് അത് പോരാ. ഏതാണ്ട് 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് കീമിന് അപ്ലൈ ചെയ്യുന്നത്, എഞ്ചിനീയറിംഗും മെഡിക്കലും ബിഫാമും ആയിട്ട്. അപ്പോൾ അവരുടെ ഒരു സംശയമാണ്, എല്ലാവരും അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. ഈ വരുമാനത്തിനനുസരിച്ചിട്ട് ഫീസ് വ്യത്യാസമുണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ചോദ്യമാണ്. ഇല്ല, മെഡിക്കലിന് വരുമാനം സംബന്ധിച്ച് ഒരു ഫീസ് വ്യത്യാസവുമില്ല. ഇതിനകത്തൊരു മറ്റൊരു വലിയൊരു അപകടം ഈ BPLൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആ നിയമാവലിയിലുള്ളത്, ആദ്യം ഇവർ മുഴുവൻ എമൗണ്ടും അടയ്ക്കണം. BPL വിഭാഗത്തിലുള്ളൊരു കുട്ടിയാണെങ്കിൽ ആദ്യം തന്നെ എങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് അടയ്ക്കണം എന്നുള്ളത് വലിയൊരു കുഴപ്പം. ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ ആദ്യം കണ്ടുപിടിക്കാൻ സാധിക്കും? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങാനും ഈ BPL സ്കോളർഷിപ്പിൻ്റെ പരിധിയിൽ വന്നില്ലെങ്കിൽ അടുത്ത 4.5 വർഷവും ഈ എമൗണ്ട് തുടർച്ചയായിട്ട് അടയ്ക്കേണ്ടി വരും. അത് വലിയൊരു ബാധ്യതയായിട്ട് മാറും.